ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ അൽവയാണ് മാംഗോ അൽവ. കുറഞ്ഞൊരു അരമണിക്കൂർ കൊണ്ട് അൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ അൽവ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളിവിടെ അൽവ ഉണ്ടാക്കാൻ ആദ്യം എടുത്തിരിക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മാർക്കറ്റിൽ ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറും ലഭ്യമാണ്. സ്ട്രോബെറി മാത്രം എടുക്കാൻ പാടില്ല, കാരണം നമുക്ക് മഞ്ഞ കളർ വേണ്ടതുകൊണ്ട് സ്ട്രോബെറി ഉപയോഗിക്കാൻ പാടില്ല. കസ്റ്റാർഡ് പൗഡറിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കണം. കട്ട കെട്ടാൻ പാടില്ല. ആ പരുവത്തിന് നല്ലപോലെ യോജിപ്പിച്ച് എടുക്കണം. അടുപ്പിലൊരു പാത്രം വെക്കുക. അതിലേക്ക് 1.5 കപ്പ് മാംഗോ പൾപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നല്ല ഫ്രഷ് മാംഗോ പൾപ്പ് ഒഴിക്കുക. നാരുള്ള മാങ്ങ ആണെങ്കിൽ അതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒഴിച്ചാൽ മതി. ഈ മാംഗോ പൾപ്പിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന കസ്റ്റേർഡ് മിക്സറും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി എടുക്കുക. നമ്മുടെ കസ്റ്റേർഡും മാംഗോ പൾപ്പും ഒക്കെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി നമ്മുടെ അൽവ ഉണ്ടാക്കി തുടങ്ങാം. ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഈ മിക്സ് ഒന്ന് നല്ലപോലെ ഇളക്കി എടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിന് അനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ചില മാങ്ങയ്ക്ക് മധുരം കൂടുതലായിരിക്കും, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം മധുരം ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എണ്ണയാണെങ്കിൽ ഏകദേശം 3 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചിലർക്ക് ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് ഇതിനകത്ത് ഇഷ്ടമായിരിക്കത്തില്ല. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ അകത്ത് നമുക്ക് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. നല്ലപോലെ ഇളക്കി നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പരുവം ആകുന്നത് വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം ഇളക്കി മാറ്റി നമ്മൾ ഇളക്കുമ്പോൾ സെപ്പറേറ്റ് ആകാതെ എല്ലാം ഒരു പരുവത്തിൽ ഒരുമിച്ച് കിട്ടുന്ന രീതിയിൽ ആവുന്നിടം വരെ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആയി കിട്ടണം നമ്മുടെ അൽവ. ഇതിപ്പോൾ ഒന്നും വിട്ടൊന്നും പോകുന്നില്ല, എല്ലാം ഒരേപോലെ ഒരുമിച്ച് നല്ലപോലെ മിക്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം വരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം.
ഏകദേശം ഒരു 15 തൊട്ട് അരമണിക്കൂറിന് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇത് റെഡിയാക്കാൻ ഉള്ളതേ ഉള്ളൂ. അധികം ഇൻഗ്രീഡിയൻസ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നില്ല. അങ്ങനെ നമ്മളുടെ ഹൽവ ഇവിടെ റെഡിയായിട്ടിരിക്കുകയാണ്. ഈ പരുവത്തിൽ എടുത്താൽ മതി. ഈ പരുവായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എണ്ണയൊക്കെ തടവി വെച്ചേക്കുന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നല്ലൊരു പ്രസ് ചെയ്ത് നല്ലൊന്ന് ലെവൽ ചെയ്തൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വെച്ച് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഇപ്പോൾ ഒരു ദിവസം ഒരു രാത്രി ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിതെടുത്ത് മുറിച്ച് നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനെ കത്തി ഉപയോഗിച്ച് നമുക്ക് മുറിച്ചെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്ഷേ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത നല്ല മാംഗോ ഹൽവ ഇവിടെ റെഡിയായിരിക്കുകയാണ്.